നമസ്കാരം. ബംഗളൂരുവിലെ BDL നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ നടക്കുന്ന വിവരങ്ങൾ പുറത്ത്. അധ്യാപകന്റെ ക്രൂരമായ പീഡനമാണ് ആദിത്യന്റെ ജീവനെടുത്തതെന്ന് കുടുംബവും സഹപാഠികളും ഒരുപോലെ ആരോപിക്കുന്നു. പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന അധ്യാപകൻ സന്ദീപ് പാണ്ഡെക്കെതിരെ സമാനമായ നിരവധി പരാതികളാണ് ഉയർന്നിരിക്കുന്നത്. സ്വപ്നങ്ങളുമായി ബംഗളൂരുവിലേക്ക് വണ്ടി കയറിയ ഒരു അച്ഛന്റെയും അമ്മയുടെയും പ്രതീക്ഷയായിരുന്നു ആദിത്യൻ. എന്നാൽ ആ 19-കാരന്റെ മരണം കേവലം ഒരു ആത്മഹത്യയെ തള്ളിക്കളയുവാൻ കുടുംബം തയ്യാറല്ല. കോളേജിലെ അധ്യാപകനും ഹോസ്റ്റൽ വാർഡനുമായ സന്ദീപ് പാണ്ഡെക്കെതിരെയാണ് കുടുംബത്തിന് വിരൽ ചൂണ്ടുന്നത്. ലഹരി ഉപയോഗിക്കുന്നവനെന്ന ആദിത്യനെതിരെ മുദ്രകുത്തുവാൻ സന്ദീപ് പാണ്ഡെ ശ്രമിച്ചതായി വിദ്യാർത്ഥികൾ പറയുന്നു. ഹോസ്റ്റലിലെ ലഹരി മാഫിയെക്കുറിച്ച് വിവരം നൽകുവാൻ ആദിത്യനെ ഇയാൾ നിർബന്ധിച്ചു. സഹപാഠികളുടെ പേര് പറയാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങളാണ് ആദിത്യൻ നേരിട്ടത്. കഴിഞ്ഞ വർഷം മാത്രം സന്ദീപിന്റെ പീഡനം സഹിക്കവയ്യാതെ 18 വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചു പോയെന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ആദിത്യന്റെ മരണത്തിന് പിന്നാലെ വിദ്യാർത്ഥികളുടെ ഫോണുകൾ കോളേജ് അധികൃതർ പിടിച്ചുവെച്ചു. സത്യം പുറലോകം അറിയാതിരിക്കാനുള്ള നീക്കമാണെന്ന് വിദ്യാർത്ഥികൾ അയച്ച ശബ്ദ സന്ദേശങ്ങൾ തന്നെ വ്യക്തമാണ്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ബന്ധുവിന്റേതാണ് കോളേജ് എന്നതിനാൽ ബംഗളൂരു പോലീസ് അന്വേഷണത്തിൽ അലംഭാവം കാണിക്കുന്നുണ്ടെന്നാണ് കുടുംബത്തിന്റെ പരാതി. മകന്റെ മരണത്തിലെ ദുരൂഹത നീങ്ങുന്നതുവരെ നിയമ പോരാട്ടം തുടരുവാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. നാളെ അരുവിക്കര പോലീസിൽ ഇവർ പരാതി നൽകും. കേരള സർക്കാരിന്റെ അടിയന്തര ഇടപെടലാണ് ആദിത്യന്റെ കുടുംബം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ആദിത്യൻ നേരിട്ട പീഡനങ്ങളുടെ ആഴം വ്യക്തമാക്കുന്ന ശബ്ദരേഖകളും ഓരോന്നായി തന്നെ പുറത്തു വരുന്നുണ്ട്. ലഹരി മാഫിയെക്കുറിച്ച് വിവരം നൽകുവാൻ വാർഡൻ സമ്മർദ്ദം ചെലുത്തിയതോടെ ആദിത്യൻ ഹോസ്റ്റലിൽ ഒറ്റപ്പെട്ടു. ഈ സാഹചര്യത്തെക്കുറിച്ച് സഹപാഠി അയച്ച ശബ്ദ സന്ദേശം ഒരു ചാനലിന് ലഭിച്ചിരുന്നു. അധ്യാപകർക്കും മാനേജ്മെന്റിനും ഇത് കേവലം ഒരു ബിസിനസ് മാത്രമാണെന്നും വിദ്യാർത്ഥികളുടെ ജീവന് വില കൽപ്പിക്കുന്നില്ലെന്നും സഹപാഠികൾ സന്ദേശത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. പരാതികൾ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കഴിഞ്ഞ വർഷം 18 പേരായിരുന്നു ഇവിടുത്തെ പീഡനം കാരണം പഠനം നിർത്തിപ്പോയത്. അവനെ ഒന്ന് കാണാൻ പോലും ഞങ്ങളെ അനുവദിച്ചില്ല. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും BDL കോളേജ് അധികൃതർ മൗനം തുടരുകയാണ്. സന്ദീപ് പാണ്ഡെക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ഇയാൾക്കെതിരെ നടപടിയെടുക്കുവാൻ കോളേജ് തയ്യാറായിട്ടില്ല. ഇതിനിടെ ആദിത്യന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യക്കുറിപ്പ് ആദിത്യൻ തന്നെ എഴുതിയതാണോ എന്ന കാര്യത്തിൽ കുടുംബം വലിയ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കപ്പെടുമെന്ന ഭയത്തിലാണ് ഈ നിർധന കുടുംബം. നീതി തേടി കേരള സർക്കാരിനെ സമീപിക്കുവാൻ തന്നെയാണ് ഈ കുടുംബത്തിന്റെ അടുത്ത നീക്കം. തിരുവനന്തപുരം അരുവിക്കര പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകുന്നതോടെ കേസിൽ കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ശക്തമാകും. ഒരു വിദ്യാർത്ഥിയുടെ മരണം എന്നതിലുപരി അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്ന മലയാളി വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ചോദ്യചിഹ്നമായി ആദിത്യന്റെ മരണം മാറിയിരിക്കുകയാണ്. കർണാടക പോലീസിന്റെ അന്വേഷണം പ്രഹസനമാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും നോർക്കയുടെയും അടിയന്തര ഇടപെടലാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ആദിത്യന്റെ മരണത്തിലെ ദുരൂഹതകൾ നീങ്ങുന്നതുവരെ പ്രതിഷേധം തുടരുവാൻ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെയും തീരുമാനം. സന്ദീപ് പാണ്ഡെ എന്ന അധ്യാപകൻ വിദ്യാർത്ഥികളെ ശാരീരികമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും സഹപാഠികൾ തന്നെ പുറത്തുവിട്ടു. മാസങ്ങൾക്ക് മുൻപ് കൊച്ചി സ്വദേശിയായ ഒരു വിദ്യാർത്ഥിയെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായും ആ പരിക്കിന്റെ പാടുകൾ ഇപ്പോഴും ആ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടെന്നും സഹപാഠികൾ വെളിപ്പെടുത്തുന്നു. പീഡനം സഹിക്കവയ്യാതെ പലരും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടും കോളേജ് മാനേജ്മെന്റ് സന്ദീപിനെ സംരക്ഷിക്കുകയായിരുന്നു. ആദിത്യന്റെ മരണശേഷം തെളിവുകൾ നശിപ്പിക്കുവാൻ ആസൂത്രിതമായി നീക്കം നടന്നതായും ഈ കുടുംബം സംശയിക്കുന്നുണ്ട്. ഹോസ്റ്റൽ മുറിയിൽ ആദിത്യനെ തൂങ്ങിയ നിലയിൽ കണ്ടതു മുതൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ദുരൂഹതയുണ്ട്. കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ പുറം ലോകവുമായി ബന്ധപ്പെടുവാൻ അനുവദിക്കാതെയും പൂട്ടിയിട്ടതായും ഫോണുകൾ ബലമായി പിടിച്ചു വാങ്ങിയതായും പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് കോളേജ് അധികൃതർക്ക് മറുപടിയില്ല. ഇതിനിടെ ആദിത്യന് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ടിലെ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കുടുംബം. മരണത്തിന് മുൻപ് ആദിത്യൻ ശാരീരിക ഉപദ്രവത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാകും. രാഷ്ട്രീയ സ്വാധീനമുള്ള മാനേജ്മെന്റിനെതിരെ തിരുവനന്തപുരം അരുവിക്കര പോലീസിൽ പരാതി നൽകുന്നതോടെ കേസ് കർണാടകത്തിന് പുറത്തേക്ക് അന്വേഷണ പരിധിയിൽ വരും. ഇത് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാകുമെന്നാണ് കരുതപ്പെടുന്നത്. സ്വന്തം മകന് നേരിട്ട ഗതി ഇനി ഒരു കുട്ടിക്കും ഉണ്ടാകരുതെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ആദിത്യന്റെ മാതാപിതാക്കൾ. ഈ നിയമ പോരാട്ടത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ആ കുടുംബത്തിനൊപ്പമുണ്ട്. സന്ദീപ് പാണ്ഡെ എന്ന അധ്യാപകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ തങ്ങൾ പിന്നോട്ടില്ലെന്ന് ആദിത്യന്റെ സുഹൃത്തുക്കളും വ്യക്തമാക്കുന്നു. ആദിത്യന്റെ മരണത്തിൽ ബംഗളൂരു ഹെബഗോഡി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രാഥമിക അന്വേഷണത്തിൽ ആത്മഹത്യയാണെന്ന് സംശയമുണ്ടെങ്കിലും കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് ഇതൊരു അസ്വാഭാവിക മരണമായിട്ടാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുറിയിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിന്റെ ആധികാരികത പരിശോധിക്കുവാൻ പോലീസ് ശാസ്ത്രീയ പരിശോധനകൾ ആരംഭിച്ചു. മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കാരം നടത്തിയെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കുടുംബം. മരണത്തിന് മുൻപ് ആദിത്യൻ ക്രൂരമായ ശാരീരിക മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കും. കോളേജിലെ അധ്യാപകൻ സന്ദീപ് പാണ്ഡെ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ അന്വേഷണം ഇയാൾക്ക് നേരെ കേന്ദ്രീകരിക്കുവാൻ തന്നെയാണ് അരുവിക്കര പോലീസിനോട് കുടുംബം ആവശ്യപ്പെടുന്നത്. കേസ് അട്ടിമറിക്കുവാൻ കോളേജ് മാനേജ്മെന്റ് ശ്രമിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ്.
ആദിത്യന്റെ പിതാവ് പ്രദീപ് ബംഗളൂരുവിലെത്തിയപ്പോൾ മരണവിവരം കൃത്യമായി അറിയിക്കാതെ ആശുപത്രിയിലെത്തിയ ഉടൻ തന്നെ ആത്മഹത്യയാണെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുവാനാണ് കോളേജ് പ്രതിനിധികൾ ശ്രമിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. രാഷ്ട്രീയ സ്വാധീനമുള്ളവർ കോളേജിന് പിന്നിലുള്ളത് എന്നതാണ് അന്വേഷണത്തെ ബാധിക്കുമോ എന്ന ഒരു ആശങ്ക പൊതുസമൂഹത്തിലും വ്യാപിക്കുന്നത്. ഇതിനിടെ ആദിത്യന് നീതി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ കർണാടകത്തിലും കേരളത്തിലും പ്രതിഷേധം ശക്തമാക്കുവാൻ ഒരുങ്ങുകയാണ്. ലഹരി മാഫിയെക്കുറിച്ചുള്ള പരാതി മറയാക്കി ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ വേണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം. മകന്റെ മരണത്തിലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ ലക്ഷ്യമിട്ട് ആദിത്യന്റെ കുടുംബം അരുവിക്കര പോലീസിൽ ഔദ്യോഗികമായി തന്നെ പരാതി നൽകും. ബംഗളൂരു പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രതികളെ സംരക്ഷിക്കുവാൻ നീക്കം നടക്കുന്നുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. പരാതി ലഭിക്കുന്നതോടെ കേരള പോലീസ് ഈ കേസിൽ എങ്ങനെ ഇടപെടും എന്നതിലൂടെയാകും അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം തീരുമാനിക്കപ്പെടുക. അന്യസംസ്ഥാനത്ത് നടന്ന മരണമായതുകൊണ്ട് തന്നെ അരുവിക്കര പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് കേരള ആഭ്യന്തര വകുപ്പിനും DGPക്കും കൈമാറും. തുടർന്ന് കർണാടക പോലീസുമായി ബന്ധപ്പെട്ട സംയുക്ത അന്വേഷണമാണോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള പ്രത്യേക ഇടപെടലോ ഉണ്ടായേക്കും. കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് അന്യസംസ്ഥാനത്ത് ഇത്തരമൊരു ദുർഗതി ഉണ്ടായത് സർക്കാർ ഗൗരവമായി കാണണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. സന്ദീപ് പാണ്ഡെ എന്ന അധ്യാപകനെ ചോദ്യം ചെയ്യണമെന്നും ആദിത്യന്റെ മരണം ആത്മഹത്യയാണെങ്കിൽ പോലും അത് ആത്മഹത്യ പ്രേരണയായി കണക്കാക്കി കേസെടുക്കണമെന്നും നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. അധ്യാപകന്റെ പീഡനം തെളിയിക്കുന്ന സഹപാഠികളുടെ മൊഴികളും ശബ്ദരേഖകളും അരുവിക്കര പോലീസിന് കൈമാറുവാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇതോടെ കോളേജ് മാനേജ്മെന്റും സന്ദീപ് പാണ്ഡെയും കൂടുതൽ നിയമക്കുരുക്കിലേക്ക് നീങ്ങുമെന്നത് ഉറപ്പായി. അരുവിക്കര പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾക്കായി കാത്തിരിക്കുകയാണ് ആദിത്യന്റെ ഉറ്റവർ. ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ തല്ലിക്കെടുത്തിയവർ നിയമത്തിന് മുന്നിൽ വരുന്നതുവരെ തങ്ങൾ വിശ്രമിക്കില്ലെന്ന് ആദിത്യന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു. ഒരു 19-കാരന്റെ സ്വപ്നങ്ങളും ഒരു കുടുംബത്തിന്റെ ആയുഷ്കാലത്തെ പ്രതീക്ഷകളുമാണ് ബംഗളൂരുവിലെ ആ ഹോസ്റ്റൽ മുറിയിൽ എരിഞ്ഞു തീർന്നത്. ഇത് കേവലം ഒരു മരണ വാർത്തയല്ല, മറിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്ന ആയിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അധ്യാപകന്റെ ക്രൂരതയും ലഹരി മാഫിയയുടെ ഭീഷണിയും കോളേജ് അധികൃതരുടെ നിസ്സംഗതയും ചേർന്ന് ഒരു ജീവനെ എങ്ങനെ ഇല്ലാതാക്കാമെന്നതിന്റെ നേർചിത്രമാവുകയാണ് ആദിത്യൻ. അരുവിക്കരയിലെ ആ കൊച്ചുവീട്ടിൽ ആദിത്യന്റെ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുനീർ തോന്നണമെങ്കിൽ മകന്റെ മരണത്തിന് പിന്നിലെ ഓരോ ദുർഗതയും നീങ്ങണം. സന്ദീപ് പാണ്ഡെ പോലുള്ളവർ നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെടണം. ആദിത്യന്റെ നീതിക്കായുള്ള ആ പോരാട്ടം കുടുംബത്തിന്റേത് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കൂടിയാണ്. അധികാരത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ സ്വാധീനത്തിൽ തന്നെ ഈ കേസ് ഒതുക്കി തീർക്കുവാൻ അനുവദിക്കില്ലെന്ന് മലയാളി പൊതുസമൂഹം ഉറപ്പിച്ചു പറയുന്നു. സത്യം പുറത്തു വരുന്നതുവരെ, ആദിത്യന് നീതി ലഭിക്കുന്നതുവരെ നമുക്ക് ആ കുടുംബത്തിനൊപ്പം തന്നെ നിൽക്കാം.